Good morning. Today going to talk about financial leverage. Financial management എന്ന സബ്ജക്റ്റിലെ യൂണിറ്റ് 8 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് may be defined as the tendency of net income to vary disproportionately with the operating profit. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻകം വെച്ചിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇറ്റ് സിഗ്നിഫൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് or dividend bearing securities in total capital structure of the company, the use of debt capital, preference capital along with owner's equity in the total capital structure of the company described financial leverage. അതായത് ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ്. പ്രിഫറൻസ് ക്യാപിറ്റലിന് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ്. പ്രിഫറൻസിനാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ കൊടുക്കണ്ടോ, അല്ലെങ്കിൽ അതും കൊടുക്കണ്ട. ഡെറ്റ് ക്യാപിറ്റലിന് ഒരു ഫിക്സഡ് ആണ്. ആ ഫിക്സഡ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഡിവിഡൻഡ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. അതാണ് ഈ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അതായത് ഡിബഞ്ചറുകൾ കൂടുതൽ ഇഷ്യൂ ചെയ്ത് നമുക്ക് വേണ്ട അസറ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എണ്ണം കുറയും. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ്. ദ ലിവറേജ് മേ ബി കൺസിഡർഡ് ടു ബി ഫേവറബിൾ ഇഫ് ദ ഫേം ഏൺസ് മോർ on the asset purchased with the fund than fixed cost of their use. കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ അതാണ്, അതായത് അസറ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അത് വഴി നമുക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ അത് ഫേവറബിൾ ആണ്. അൺഫേവറബിൾ നെഗറ്റീവ് ലിവറേജ് ഒക്കേഴ്സ് വെൻ ദ ഫേം ഡസ് നോട്ട് ഏൺ ആസ് മച്ച് ദ ഫണ്ട് കോസ്റ്റ്. ആ ഫണ്ട് കോസ്റ്റിനനുസരിച്ച് അവർ ഏൺ ചെയ്യുന്നില്ല എങ്കിൽ, അത് നമ്മൾ ഡിബഞ്ചറുകളൊക്കെ ഇഷ്യൂ ചെയ്ത് അതിനനുസരിച്ചുള്ള ഏണിങ്സ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അത് അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണെന്ന് പറയും. ഈ ഫിനാൻഷ്യൽ ലിവറേജിനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നും പറയാറുണ്ട്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ PBT ആണ്. PBT എന്ന് പറഞ്ഞാൽ ബിഫോർ ടാക്സ് ബട്ട് ആഫ്റ്റർ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം ടാക്സ് കൊടുക്കുന്നതിനേക്കാളും മുന്നേയുള്ളത്. അതായത് EBIT ബൈ EBT. EBIT എന്ന് പറയുമ്പോൾ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്, അത് കുറച്ചിട്ട് കിട്ടുന്നതാണ് EBIT എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റും ടാക്സും കുറയ്ക്കാത്ത എമൗണ്ടാണ് EBIT. ഈ EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് EBT. പോയിട്ട് EBT. അപ്പോൾ EBIT ബൈ EBT ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോർമുല. ഇനി ഇതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ടാക്സബിൾ ഇൻകം. അത് നമ്മൾ പ്രോബ്ലം ബുക്കിൽ ചേഞ്ച് ചെയ്തിട്ടാണ്, ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് ആദ്യം വരിക, ദെൻ EBIT ബൈ EBT ആണ് കേട്ടോ, ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെയാണ് നമ്മൾ കാൽക്കുലേറ്റ്. ഇനി EPS ബൈ EBIT വെച്ചിട്ട് നമ്മൾ സാധാരണ ചില സിറ്റുവേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്യുന്നതിനനുസരിച്ച് EPS ബൈ EBIT വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ നോർമലി ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് EBIT ബൈ EBT ആണ്. അതായത് EBIT എന്ന് പറയുന്നത് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്, അതാണ് EBIT എന്ന് പറയുന്നത്. അത് ഡിവൈഡഡ് ബൈ മൈനസ് ഇൻട്രസ്റ്റ് മാത്രം മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് EBT എന്ന് പറയുന്നത്. അതായത് ഫിക്സഡ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ഫൾക്രമായിട്ട് നിർത്തിക്കൊണ്ട്, അത് നിലനിർത്തിക്കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ഫിനാൻഷ്യൽ ലിവറേജ്. അതിന് പറയുന്നതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.